നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോടത്ത പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PKH വെഞ്ചേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അതിൻ്റെ സബ്സിഡിയറി ആയിട്ടുള്ള മറ്റൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള ഗരുഡ കൺസ്ട്രക്ഷൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, കൺസ്ട്രക്ഷൻ കമ്പനി. അത് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഇൻഫ്രാസ്ട്രക്ചർ, ഇൻഡസ്ട്രിയൽ, ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റുകളാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പനി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അവർ മെയിൻ്റനൻസ്, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് എന്നുള്ള പ്രവൃത്തിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകളും എല്ലാം ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഈ കമ്പനി ബാന്ദ്രയിലാണ്, അതായത് മുംബൈയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഡ് ഓഫീസ്. ഇവരുടെ ഇഷ്യൂ ഒക്ടോബർ 8 ഓപ്പൺ ചെയ്യുന്നത്. 264.1 കോടിയാണ് അവരുടെ ടോട്ടലായിട്ടുള്ള IPO സൈസ് എന്ന് പറയുന്നത്. അതിൽ 90.25 കോടി രൂപയ്ക്കുള്ളത് ഓഫർ ഫോർ സെയിലാണ്. ബാക്കി എല്ലാം തന്നെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴിയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. അപ്പോൾ ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ IPO വിശേഷത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഗരുഡ കൺസ്ട്രക്ഷൻ എന്നുള്ള ഈ കമ്പനിയുടെ പേരന്റ് കമ്പനി ആയിട്ടുള്ള PKH വെഞ്ചേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ കമ്പനിയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ്. പേരന്റ് കമ്പനി ആയിട്ടുള്ള PKH വെഞ്ചേഴ്സ് കഴിഞ്ഞ വർഷം, അതായത് 2023 ജൂലൈ മാസത്തിൽ ഒരു 379 കോടി രൂപയ്ക്കുള്ള പബ്ലിക് ഇഷ്യൂമായിട്ട് രംഗത്ത് വന്നതാണ്. പക്ഷേ അന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ അത്ര വലിയ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് അവസാന നിമിഷം അവർ ആ ഇഷ്യൂ വിഡ്രോ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പേരന്റ് കമ്പനിക്കുണ്ട് എന്നുള്ള ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഗരുഡ കൺസ്ട്രക്ഷൻ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ വർഷം തന്നെ അവരുടെ ഓർഡർ ബുക്ക് നോക്കുകയാണെങ്കിൽ 1408.27 കോടി രൂപയ്ക്കുള്ള ഓർഡറുകളാണ് അവർക്കുള്ളത്. അതിൽ പലതും 100 കോടിക്ക് മുകളിൽ വില വരുന്ന അല്ലെങ്കിൽ മൂല്യമുള്ള പ്രൊജക്റ്റുകളാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 12ഓളം പ്രൊജക്റ്റുകളാണ് കമ്പനിക്കുള്ളത്. അവർ നേരിടുന്ന ഒരു ചാലഞ്ച് പറയുകയാണെങ്കിൽ അവരുടെ പ്രൊജക്റ്റുകളെല്ലാം തന്നെ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ലൊക്കേഷനുകളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുംബൈ മേഖലയെ കൂടാതെ പഞ്ചാബ്, അത് കഴിഞ്ഞാൽ പിന്നെ കർണാടക, ഡൽഹി, തമിഴ്നാട്, രാജസ്ഥാൻ, അരുണാചൽ പ്രദേശ്, ഇങ്ങനെ വൈവിധ്യമാർന്ന മേഖലകളിലാണ് ഇവരുടെ പല പ്രവർത്തന മേഖലകളും എന്നുള്ളതുകൊണ്ട് ഹെവി എക്യുപ്മെൻറ്റ്സ് എല്ലാം അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റിന് കമ്പനി ബുദ്ധിമുട്ടുന്നതായിട്ട് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു ചാലഞ്ചായിട്ട് കാണാം. എന്നാൽ അവരുടെ ഓർഡർ ബുക്ക് നമുക്ക് പരിശോധിക്കുമ്പോൾ വളരെയധികം പ്രോത്സാഹനജനകമായിട്ടുള്ള വലിയ തുക തന്നെയാണ് അതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 96.81% ഓഹരികളും ഇഷ്യൂവിന് മുമ്പ് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശം തന്നെയാണ്. നമുക്കറിയാം, പ്രൊമോട്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രവീൺ കുമാർ, ബ്രിജേന്ദ്ര കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഇൻഡിവിജ്വലും അദ്ദേഹത്തോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ PKH വെഞ്ചേഴ്സ് ലിമിറ്റഡ്, അതോടൊപ്പം തന്നെ മാക് ഇന്ത്യൻ ടൗൺഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി, അത് ഈ 2 കോർപ്പറേറ്റ് എൻറ്റൈറ്റികൾ കൂടി ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. ഇവർ പബ്ലിക് ഇഷ്യൂ വഴി ഏകദേശം 173.85 കോടി രൂപയാണ് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനിയിലേക്ക് വരുന്നത്. അത് എന്തിനു വേണ്ടിയാണ് കമ്പനി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ഒരു 100 കോടിയുടെ അടുത്ത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, പുതിയ മെഷീനറികളും മറ്റും വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള തുക കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിനിയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റു കീ പോയിന്റ്സിലേക്ക് നോക്കാം. EPS 3.92, PE റേഷ്യോ 24.25, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 30.62%, NAV 15.93 പെർ ഷെയർ എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ 2022 77.02 കോടി രൂപയാണ്. അത് 2023 161.02 കോടി രൂപയായിട്ട് വർദ്ധിച്ചു. 2024 ആയപ്പോൾ 154.47 അത് അല്പം താഴുകയാണ് ഉണ്ടായത്. നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ, അറ്റാദായം നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ 18.78 കോടി രൂപയാണ് 2022 അത്
2023 ആയപ്പോഴത്തേക്കും 40.8 കോടിയിലേക്ക് വർദ്ധിച്ചു. പക്ഷേ 2024 ആയപ്പോഴത്തേക്കും 36.44 എന്നുള്ള ലെവലിലേക്ക് അല്പം ഇടിവ് അവിടെ കണ്ടു. അപ്പോൾ ടോപ്പ് ലൈനിലും ബോട്ടം ലൈനിലും അല്പം ഇടിവാണ് 2024 കണ്ടിട്ടുള്ളത്. അത് റവന്യൂ സൈഡിൽ 4%, അറ്റാദായത്തിൽ 11%-ൻ്റെയും ഇടിവ് സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ PSP പ്രൊജക്ട്സ്, കപ്പാസിറ്റ് ഇൻഫ്രാ പ്രോജക്ട്സ്, വാസ്കോൺ എഞ്ചിനീയേഴ്സ്, അലുവാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ, BL കശ്യപ് ആൻഡ് സൺസ് എന്നിങ്ങനെയാണ് ഇവരുടെ ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളുടെ പേര് കാണുന്നത്. ഇനി ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷങ്ങൾ ഒറ്റനോട്ടത്തിൽ നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിരിക്കുന്നത് ഒക്ടോബർ 8 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ്. ഇതിൻ്റെ ഇഷ്യൂ പ്രൈസ് 92 രൂപ മുതൽ 95 രൂപ വരെയാണ്. ഫ്രഷ് ഇഷ്യൂ 173.85 കോടി രൂപയ്ക്കുള്ളതും ഓഫർ ഫോർ സെയിൽ 90.25 കോടി രൂപയ്ക്കുള്ളതുമാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് നേരത്തെ പറഞ്ഞ പോലെ 264.1 കോടി രൂപയ്ക്കുള്ളതാണ്. അതിൽ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിനിമം അപ്ലൈ ചെയ്യേണ്ടത് 157 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 14 ലോട്ട് മുതൽ 66 ലോട്ട് വരെ HNIസിനും അപ്ലൈ ചെയ്യാം. ഇത് റീറ്റെയിലേഴ്സിന് 35%, അതുപോലെ തന്നെ HNIസിന് 15%, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 50%മാണ് കമ്പനി നൽകുന്നത്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ലിസ്റ്റിംഗ് NSEയിലും BSEയിലും നടക്കും. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് ഒക്ടോബർ 11 ലിസ്റ്റിംഗ് ഒക്ടോബർ 15 ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഈ കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് കോർപ്വിസ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ലിങ്കിൻ ടൈം ഇന്ത്യയാണ് ഇതിൻ്റെ രജിസ്ട്രാർ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത്, ഇവർക്കൊരു 12 ഓൺഗോയിങ് പ്രോജക്ട്സുകളുണ്ട്. വലിയ തുകയ്ക്ക് ഉള്ള ഒരു വലിയ ഓർഡർ ബുക്കാണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ നമ്മൾ ടോപ്പ് ലൈനും ബോട്ടം ലൈനിലും ചെറിയ ഇടിവ് നമ്മൾ ഈ 2024 കണ്ടെങ്കിലും ഈ ഓർഡർ ബുക്ക് വളരെ പ്രത്യാശ നൽകുന്നതാണ്. എന്ന് മാത്രമല്ല, അവർ താനെയിലെ ട്രിനിറ്റി ഒയാസിസ് എന്ന് പറയുന്ന വലിയ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം 100 കോടിക്ക് മുകളിൽ മൂല്യം വരുന്ന പ്രൊജക്റ്റുകളാണ്. അതുപോലെ തന്നെ ഗരുഡ ജനിത്ത്, പിന്നെ ഗരുഡ ശത്രുഞ്ജയ് തുടങ്ങിയിട്ടുള്ള മുംബൈയിലെ വലിയ പ്രൊജക്റ്റുകളുടെയും കൺസ്ട്രക്ഷൻസും ബ്യൂട്ടിഫിക്കേഷൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതെല്ലാം ഈ 12 പ്രൊജക്റ്റുകളും പൂർണ്ണമാകുമ്പോഴത്തേക്കും കമ്പനി വളരെ മികച്ച നിലയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ വലിയ തെറ്റ് കാണുന്നില്ലെങ്കിലും ഷോർട്ട് ടേം ഇൻവെസ്റ്റേഴ്സ് വേണമെങ്കിൽ മാറി നിൽക്കാവുന്നതേ ഉള്ളൂ എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കമൻറ്റുകൾ ഇടുക. നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.